ടെക് ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. ബ്രസീലിയൻ സ്റ്റാർട്ടപ്പായ 7ടെക്കിൻ്റെ ഓഹരികൾ പേടിഎം ഏറ്റെടുക്കും. $1 മില്യൺ ഓഹരികളാണ് പേടിഎമ്മിൻ്റെ അനുബന്ധ സ്ഥാപനമായ പേടിഎം ക്ലൗഡ് വാങ്ങുന്നത്. ഫിൻടെക് സ്ഥാപനമായ പേടിഎമ്മിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള അനുബന്ധ സ്ഥാപനമായ പേടിഎം ക്ലൗഡ് ടെക്നോളജീസ്, ബ്രസീൽ ആസ്ഥാനമാക്കിയുള്ള എംബഡഡ് ഫിനാൻസ് സ്ഥാപനമായ 7 ടെക്നോളജിയുടെ 25% ഓഹരികൾ $1 മില്യൺ ഏറ്റെടുക്കും. 7 ടെക്നോളജി ബ്രസീലിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് സാമ്പത്തിക സേവന പരിഹാരങ്ങൾ നൽകാൻ ഡിജിറ്റൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെ പ്രാപ്തമാക്കുന്ന ഡിന്നിയുടെ മാതൃകമ്പനിയാണ്. ഇടപാട് പൂർത്തിയായ ശേഷം 7 ടെക്നോളജീസും ഡിന്നിയും പേടിഎമ്മിന്റെ മാതൃകമ്പനിയായ 19 കമ്മ്യൂണിക്കേഷൻസിന്റെ അസോസിയേറ്റ് സ്ഥാപനങ്ങളായി മാറും. ഒരു ജാപ്പനീസ് കമ്പനിയിലെ ഓഹരികൾ $250 മില്യൺ വിറ്റ് ആഴ്ചകൾക്ക് ശേഷമാണ് പേടിഎമ്മിന്റെ വിദേശ വിപണിയിലെ ഈ ഏറ്റവും പുതിയ നിക്ഷേപം. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ആഗോള ഡൗൺലോഡുകളിൽ ഡീപ് സീക്ക് ആപ്പ് 1ാം സ്ഥാനത്ത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർ ഡൗൺലോഡ് ചെയ്തത് ഡീപ് സീക്ക് ആണെന്നാണ് റിപ്പോർട്ട്. ജനുവരി 26-ന് ആപ്പിൾ ഇൻകോർപ്പറേറ്റഡിന്റെ ആപ്പ് സ്റ്റോറിൽ ഡീപ് സീക്ക് 1ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അതിനുശേഷം ആഗോളതലത്തിൽ ആ സ്ഥാനം നിലനിർത്തിയതായി ആപ്പ് ഫിഗേഴ്സ് ഡാറ്റ വ്യക്തമാക്കുന്നു. ഡീപ് സീക്കിന്റെ ഡൗൺലോഡുകളിൽ 15.6% ഇന്ത്യയുടെ സംഭാവനയാണ്. 140 വിപണികളിലായി ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത മൊബൈൽ ആപ്പുകളുടെ പട്ടികയിൽ ഡീപ് സീക്കിന്റെ AI അസിസ്റ്റന്റ് ഒന്നാമതെത്തി. പുതിയ ഉപയോക്താക്കളുടെ ഏറ്റവും വലിയ ശതമാനം ഇന്ത്യയുടേതാണ്. ജനുവരിയിൽ പുറത്തിറങ്ങിയതിനു ശേഷം ലോകത്തിലെ മുൻനിര AI ബോട്ടുകളുമായുള്ള മത്സരക്ഷമതയിൽ ഡീപ് സീക്കിന്റെ ഈ സൗജന്യ ആപ്പ് അത്ഭുതവും അമ്പരപ്പും സൃഷ്ടിച്ചു. ഡീപ് സീക്കിന്റെ പെട്ടെന്നുള്ള വളർച്ച ലോകമെമ്പാടുമുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളെ പിടിച്ചുലച്ചു. ഹാർഡ്വെയറിൽ വലിയ നിക്ഷേപങ്ങളില്ലാതെ തന്നെ ജനപ്രിയ AI ആപ്പുകൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന് ഡീപ് സീക്കിന്റെ വിജയം സൂചിപ്പിക്കുന്നു. ജനുവരി 28 മുതൽ ആൽഫബറ്റ് ഇൻകോർപ്പറേറ്റഡിന്റെ US-ലെ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും ആപ്പ് 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ആദ്യ 18 ദിവസങ്ങളിൽ 16 ദശലക്ഷം ഡൗൺലോഡുകൾ നേടിയതോടെ ഓപ്പൺഎഐയുടെ ചാറ്റ് GPT ആദ്യമായി പുറത്തിറക്കിയപ്പോൾ നേടിയ 9 ദശലക്ഷത്തിന്റെ ഇരട്ടിയായി ആപ്പ് മാറിയെന്ന് സെൻസർ ടവർ പറഞ്ഞു. എന്നിരുന്നാലും ചാറ്റ് GPTയുടെ ഉപയോക്താക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതുവരെയുള്ള അതിന്റെ ആകെ ഉപയോക്താക്കൾ വളരെ കുറവാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഇനി ഒറ്റ ആപ്പിൽ. ടിക്കറ്റ് ബുക്കിങ്ങിന് പുറമെ ഫുഡ് ഓർഡർ ചെയ്യാനും മറ്റ് അന്വേഷണങ്ങൾക്കും സഹായത്തിനുമെല്ലാം സ്വാറെയിൽ ആപ്പ് ഉപയോഗിക്കാം. പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കിയ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമായി തുടങ്ങി. ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ ആപ്ലിക്കേഷനുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് സമന്വയിപ്പിക്കുന്നതാണ് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത സ്വാറെയിൽ സൂപ്പർ ആപ്പ്. പരീക്ഷണാടിസ്ഥാനത്തിൽ ബീറ്റ ടെസ്റ്റിന്റെ ഭാഗമായി 1000 പേർക്ക് മാത്രമാണ് ആപ്പ് നിലവിൽ ഡൗൺലോഡ് ചെയ്യാനാവുക. ഉപയോക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ വിലയിരുത്തി പിന്നീട് 10,000 പേർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന വിധത്തിൽ ആപ്പ് വീണ്ടും പുറത്തിറക്കും. റിസർവ് ചെയ്തും അല്ലാത്തതുമായ ടിക്കറ്റ് ബുക്കിംഗുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റ്, പാഴ്സൽ ബുക്കിംഗ്, ട്രെയിൻ അന്വേഷണങ്ങൾ, PNR അന്വേഷണങ്ങൾ, റെയിൽ മദത് വഴിയുള്ള സഹായം തുടങ്ങിയ സേവനങ്ങളെല്ലാം ഈ ആപ്പിൽ ലഭ്യമാകും. കൂടാതെ ട്രെയിൻ ട്രാക്ക് ചെയ്യാനും ട്രെയിനിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാനും ആപ്പിലൂടെ കഴിയും. തടസ്സമില്ലാത്ത സേവനങ്ങളും ഇതോടൊപ്പം ഉപയോക്തൃനുഭവം മെച്ചപ്പെടുത്തുക എന്നതിലുമൂന്നിയാണ് പുതിയ ആപ്പ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് റെയിൽവേ ബോർഡ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിലീപ് കുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. കൊച്ചി മെട്രോ അങ്കമാലിയിലേക്ക് നീട്ടാനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് KMRL. അങ്കമാലിയിലേക്കുള്ള പുതിയ 18 കിലോമീറ്റർ മെട്രോ പാതയ്ക്കായി പദ്ധതി രേഖ തയ്യാറാക്കാൻ കൺസൾട്ടൻസികളെ ക്ഷണിച്ച് ടെൻഡർ വിളിച്ചു. നിലവിൽ തൃപ്പൂണിത്തുറ മുതൽ ആലുവ വരെയാണ് കൊച്ചി മെട്രോയുടെ ദൈർഘ്യം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ യാത്രക്കാർക്ക് കൂടി പ്രയോജനം ചെയ്യും വിധം സർവീസ് വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ആലുവയിൽ നിന്നും 18 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത എന്നതാണ് അങ്കമാലിയിലേക്ക് മെട്രോ വികസിപ്പിക്കുമ്പോഴുള്ള KMRLന്റെ പ്രാഥമിക പദ്ധതി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് മെട്രോ ഭൂഗർഭ പാത നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. ഫെബ്രുവരി 10 മുതൽ 17 വരെയാണ് DPRനുള്ള ടെൻഡർ സമർപ്പിക്കാനുള്ള സമയപരിധി. 19-ന് ടെൻഡർ തുറക്കുകയും 6 മാസത്തിനകം DPR സമർപ്പിക്കുകയും വേണം. അതേസമയം കാക്കനാട്ടേക്കുള്ള 2ാം ഘട്ട മെട്രോ വികസനത്തിൽ ഇപ്പോഴും മെല്ലെപ്പോക്ക് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ആധാർ ഉപയോഗത്തിലെ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച കേന്ദ്ര സർക്കാർ. പുതിയ വിജ്ഞാപന പ്രകാരം ഇനി സ്വകാര്യ ബിസിനസ്സുകൾക്കും ഉപയോക്താക്കളുടെ ആധികാരികത പരിശോധിക്കാൻ ആധാർ ഉപയോഗിക്കാൻ സാധിക്കും.
ഇ-കൊമേഴ്സ്, യാത്ര, ഹോസ്പിറ്റാലിറ്റി, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ ബിസിനസ് മേഖലകളിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്കാണ് ആധാർ ഓതന്റിക്കേഷൻ വഴി ഉപയോക്താക്കളുടെ ആധികാരികത പരിശോധിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഇതുവരെ സർക്കാരുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലും ബാങ്കിംഗ്, ടെലികോം ഓപ്പറേറ്റർമാരും മറ്റുമാണ് പ്രധാനമായും പുതിയ ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തുന്നതിനും നിലവിലുള്ള ഉപഭോക്താക്കളുടെ വ്യക്തിത്വം ഉറപ്പാക്കുന്നതിനും ആധാർ ഓതന്റിക്കേഷൻ ഉപയോഗിച്ചു വന്നിരുന്നത്. ആളുകളുടെ ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടെ അടങ്ങുന്നതിനാൽ ആധാർ ഡീറ്റെയിൽസ് പരിശോധിക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകുന്നതിനെതിരെ ആക്ഷേപവും നിലനിന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ആധാർ ഡാറ്റ ഉപയോഗിക്കാനുള്ള സ്വകാര്യ സ്ഥാപനങ്ങളുടെ അധികാരം സുപ്രീംകോടതി പരിമിതപ്പെടുത്തിയത്. വ്യക്തികളുടെ ബയോമെട്രിക് വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ആവശ്യമായ സുരക്ഷാ മാർഗങ്ങൾ കേന്ദ്രം ഇതുവരെ നിർവചിച്ചിട്ടില്ലാത്തതിനാൽ പുതിയ ചട്ടമാറ്റം സ്വകാര്യത സംബന്ധിച്ച ആശങ്കകൾ വീണ്ടും ഉയർത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സദ്ഭരണം ഉറപ്പാക്കാനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ പാഴാക്കുന്നത് തടയാനുമാണ് നിലവിൽ ആധാർ ഉപയോഗിക്കാൻ അനുമതിയുള്ളത്. ആളുകളുടെ ആശങ്ക ഒഴിവാക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങളുടെ ആധാർ ഡാറ്റ ഉപയോഗത്തിന് സർക്കാർ മാനദണ്ഡങ്ങൾ കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. MG മോട്ടോഴ്സിന്റെ ജനപ്രിയ ഇലക്ട്രിക് SUV-യായ MG ZS EV-യുടെ വില വർദ്ധിപ്പിച്ചു. യൂണിറ്റിന് 89,000 രൂപ വരെയാണ് വില വർധന. എൻട്രി ലെവൽ മോഡലുകൾ ഒഴികെ ചില വകഭേദങ്ങളെ മാത്രമേ വില വർധന ബാധിക്കുകയുള്ളൂ. എസൻസ് ഡ്യുവൽ ടോൺ ഐക്കോണിക് ഐവറി, എസൻസ് ഡാർക്ക് ഗ്രേ വേരിയന്റുകളുടെ വില 89,000 രൂപ വർദ്ധിച്ചപ്പോൾ എക്സ്ക്ലൂസീവ് പ്ലസ് ഡാർക്ക് ഗ്രേ വേരിയന്റിന് 61,800 രൂപയും എക്സ്ക്ലൂസീവ് പ്ലസ് ഡ്യുവൽ ടോൺ ഐക്കോണിക് ഐവറി 100 ഇയർ എഡിഷൻ വേരിയന്റുകൾക്ക് 61,000 രൂപയും വർദ്ധിച്ചു. അതേസമയം X8 പ്രോ വേരിയന്റിന് 49,800 രൂപയാണ് വർദ്ധിപ്പിച്ച വില. ഇതിന്റെ എക്സ് ഷോറൂം വില ഇപ്പോൾ 18.98 ലക്ഷം മുതൽ 26.64 ലക്ഷം രൂപ വരെയാണ്. MG ZS EVയ്ക്ക് ഫുൾ ചാർജിംഗിൽ 461 കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ച് ലഭിക്കുമെന്ന കമ്പനി അവകാശപ്പെടുന്നു. ഈ MG ഇലക്ട്രിക് കാറിന്റെ മുഖ്യ എതിരാളികൾ ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്, ടാറ്റ കർവ് EV തുടങ്ങിയവരാണ്. ഒന്നിലധികം എയർ ബാഗുകൾ, EBD ഉള്ള ABS, കണക്ടിവിറ്റി ഫീച്ചറുകളുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ള സാങ്കേതിക ഓപ്ഷനുകൾ, ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെയുള്ള മികച്ച ഇന്റീരിയറും വാഹനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.